നമസ്കാരം. ആസ്ട്രോവാസ്തുവിലേക്ക് സ്വാഗതം. ശുക്രൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. 2024 ജൂലൈ 7 ശുക്രൻ മിഥുനൻ രാശിയിൽ നിന്നും ചന്ദ്രൻ്റെ രാശിയായ കർക്കിടകത്തിലേക്ക് സഞ്ചരിക്കുന്നു. ഭൗതിക സുഖ സൗകര്യങ്ങളുടെയും സമ്പത്തിൻ്റെയും പ്രണയത്തിൻ്റെയും കാരകനായ ശുക്രൻ്റെ ഈ രാശിമാറ്റം 12 രാശിയിലുള്ള ചില രാശിക്കാർക്ക് വലിയ ഭാഗ്യങ്ങൾ നൽകുന്നു. അത് ഏതൊക്കെ രാശിക്കാർക്കാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇത് ശുക്രൻ്റെ കർക്കിടകത്തിലുള്ള സഞ്ചാരത്തിൻ്റെ ഫലം മാത്രമായിരിക്കും. നിങ്ങളുടെ നക്ഷത്രഫലം പൂർണ്ണമായി അറിയണമെങ്കിൽ ജാതക പരിശോധന അത്യാവശ്യമാണ്. ശുക്രൻ്റെ രാശിമാറ്റം കൊണ്ട് മിഥുനം, കർക്കിടകം, വൃശ്ചികം, മീനം എന്നീ രാശിക്കാർക്കാണ് കൂടുതൽ ഭാഗ്യങ്ങൾ ഉണ്ടാകുന്നത്. ആദ്യം മിഥുനൻ രാശിയെപ്പറ്റി സംസാരിക്കാം. മകയിരമര, തിരുവാതിര, പുണർതം, മുക്കാൽ നക്ഷത്രങ്ങൾ ചേർന്നതാണല്ലോ മിഥുനൻ രാശി. മിഥുനത്തിൻ്റെ 2ാം ഭാവത്തിലൂടെയാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. മിഥുനത്തിൻ്റെ 5ഉം 12ഉം ഭാവാധിപനാണ് ശുക്രൻ. തുടർച്ചയായ ധനവർദ്ധനവിനെയാണ് കാണിക്കുന്നത്. കർമ്മരംഗത്ത് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുവഴി പണം കയ്യിൽ വന്നു ചേരും. ബിസിനസ്സുകാർക്ക് വരുമാനം വളരെ വർദ്ധിക്കും. വിദേശത്തുള്ള ബിസിനസ്സുകാർക്കും വളരെ നല്ല സമയമാണിപ്പം. വസ്ത്രാഭരണ ലാഭവും സന്തോഷവും കാണുന്നു. എവിടെയും പ്രശസ്തിയും ബഹുമാനവും കിട്ടുന്നു. വീട്, വാഹനം ഇവ ലാഭത്തിന് വാങ്ങാൻ കഴിയുന്നു. സഹോദരങ്ങളെ കൊണ്ട് സന്തോഷമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം. ദമ്പതികൾ പിണങ്ങിയിരുന്നവർ ഒന്നിക്കുന്നു. ആരോഗ്യം മെച്ചമായിരിക്കുകയും ചെയ്യും. എല്ലാ തരത്തിലും സന്തോഷമുണ്ടാകും. നല്ല സംസാരം കൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിക്കുകയും ചെയ്യും. ഇനി കർക്കിടകൻ രാശിയാണ്. 11ഉം 4ഉം ഭാവാധിപനാണ് ശുക്രൻ. ജന്മക്കൂറിലൂടെയാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. പുണർതങ്കാൽ, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കിടകക്കൂറ്. ധാരാളം ഭാഗ്യങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നു. നിർത്തിവെച്ചിരുന്ന ബിസിനസ് പുനരാരംഭിക്കും. റിയൽ എസ്റ്റേറ്റുകാർക്ക് വളരെ നല്ല സമയമാണ്. ഉദ്യോഗസ്ഥർക്കും ഉയർച്ചയുടെ കാലം. വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനം നടത്തുന്നതിന് നല്ല സമയമാണ്. ശത്രുക്കൾ ഇല്ലാതാകുന്നു. സുഖപ്രാപ്തി ഉണ്ടാകും. ഭാര്യാസുഖമുണ്ടാകും. പ്രണയിക്കുന്നവർക്ക് വിവാഹം നടക്കും. ആരോഗ്യം മെച്ചമായിരിക്കും. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. ഇനി അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികം, വിശാഖംകാൽ, അനിഴം, കേട്ട നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃശ്ചികക്കൂറ്. വൃശ്ചികത്തിൻ്റെ 12ഉം 7ഉം ഭാവാധിപനാണ് ശുക്രൻ. 9ാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകും. വളരെ നാളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടക്കുന്ന സമയമാണ്. ബിസിനസ്സിൽ നല്ല ഉയർച്ച കാണുന്നുണ്ട്. ഉദ്യോഗസ്ഥർക്ക് ശമ്പള വർധനവുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം. മക്കളെ കൊണ്ട് വളരെ സന്തോഷം അനുഭവിക്കുന്ന സമയമാണ്. പ്രണയിനികൾക്കും സമയം നല്ലതാണ്. ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ആരോഗ്യവും മെച്ചമായിരിക്കും. പൊതുവെ കുടുംബത്തിൽ സന്തോഷമായിരിക്കും. ഇനി മീനൻ രാശി. പൂരിരുട്ടാതി കാൽ, ഉത്തിരിട്ടാതി, രേവതി നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനൻ രാശി. 3ഉം 8ഉം ഭാവാധിപനാണ് ശുക്രൻ. മീനത്തിൻ്റെ 5ാം ഭാവത്തിലൂടെയാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. പുത്രസുഖമുണ്ടാകും. ഏറ്റവും നല്ല ആഹാരം കഴിക്കാൻ കഴിയും. കുടുംബത്തിൽ സൗഖ്യവും ധനലാഭവും ഉണ്ടാകും. തൊഴിലിൽ ഉയർച്ചയുണ്ടാകും. ഉദ്യോഗ സ്ഥലത്ത് മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചു പറ്റാൻ കഴിയും. മക്കളുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ നടക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാതാകും. ദാമ്പത്യം വളരെ നന്നായിരിക്കും. വീട്, വാഹനം എന്നിവയുടെ യോഗം കാണുന്നു. ആരോഗ്യം മെച്ചമായിരിക്കും. പൊതുവെ സമയം വളരെ നല്ലതാണ്. മുകളിൽ പറഞ്ഞ രാശിക്കാർക്കാണ് ശുക്രൻ്റെ രാശിമാറ്റം കൊണ്ട് നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നത്. മറ്റുള്ള രാശിക്കാർ ശുക്രപ്രീതിക്ക് വേണ്ടി ദുർഗാക്ഷേത്രത്തിൽ ദർശനം നടത്തണം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.